ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു D&D Kids World. ഇന്ന് നമുക്ക് കുറച്ച് ചിക്കൻ 65 ഉണ്ടാക്കിയല്ലോ, ഒരു ഹോട്ടൽ സ്റ്റൈൽ. അതിനായിട്ട് ഞാൻ ഒരു കിലോളം ചിക്കൻ എടുത്ത് ബോൺലെസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ടുള്ള പേസ്റ്റ്, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1.5 സ്പൂൺ ചാറ്റ് മസാല, 1.5 സ്പൂൺ ഉപ്പുപൊടി, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ 2 സ്പൂൺ കുരുമുളക് പൊടി ഇടും. നമുക്കിത് ആദ്യം കൊണ്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു 2 സ്പൂൺ അരിപ്പൊടി, അതിൻ്റെ കൂട്ടത്തിലോട്ട് ഒരു 2 സ്പൂൺ തൈര്, ഒരു ലൈമിൻ്റെ നീര്, ഒരു മുട്ട, ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് കളറാണ്. ഇത് വീഡിയോയുടെ പ്രൊഡക്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത് ഒഴിവാക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഞാനിത് ഇട്ടൊന്നും കരുതി നിങ്ങൾ ഒരിക്കലും ഇടരുത്. വീഡിയോയുടെ ഇതിനു വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഓക്കെ. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. 1 മണിക്കൂർ വെച്ചാൽ കുറച്ചൊന്നുമല്ല, ഞാൻ ഏകദേശം 1/2 മണിക്കൂറേ വെക്കുന്നുള്ളൂ. 1 മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റിന് വെക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. കുറച്ചുകൂടെ നല്ലപോലെ ഇത് മസാല എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആവും. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ 65 ഫ്രൈ ചെയ്തെടുക്കാൻ പോകണം. അതിന് മുമ്പ് ആ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശകലം പപ്പടം നൈസായിട്ട് കട്ട് ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പപ്പടം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോകണം. ഒരു പീസായിട്ട് എടുത്ത് ഒന്നിട്ടിട്ട് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ ഇളക്കി കൊടുക്കാവൂ, ഇല്ലെങ്കിൽ അതിൻ്റെ മസാല ഇതൊക്കെ വിട്ടുപോകും. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് ഇളക്കി കൊടുക്കുകയാണ്. ഇന്ന് ഫ്രൈ ആണ്, ഒരു 2-3 മിനിറ്റ് ഇട്ടാൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ 65 ഏകദേശം
ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നമുക്ക് ബാലൻസ് ഉള്ള ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ 65 റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ എൻ്റെ മക്കളെ വിളിക്കുകയാണ്. മക്കളെ ടേസ്റ്റ് ചെയ്തേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ചെയ്യുമ്പം കളർ ചേർക്കാതെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കണ്ടുമുട്ടാം.